ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 6 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അങ്ങനെ നമ്മൾ 6th ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കയ്യിൽ ചൂടുവെള്ളം വീണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് പാത്രം കഴുകാനൊക്കെ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നോടൊന്ന് സഹായിക്കാൻ പറഞ്ഞു. നീ സഹായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകി സെറ്റാക്കി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലെ പുട്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കൊണ്ടുപോകാനുള്ള വെള്ളം എടുത്തു വെച്ചു. ഇനിയിപ്പം മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ ഈ ഒരു കുപ്പിയിലെ വെള്ളം കുടിച്ച് തീർക്കണം എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം ഇനി തൊട്ട്. അങ്ങനെ നമ്മൾ റെഡിയായി ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് റെയിൻകോട്ടൊന്നും എടുക്കാതെയാണ് വന്നത്. എന്നിട്ട് ലേറ്റായി എത്തിയപ്പോഴത്തേക്കും നല്ല ഉള്ളിലോട്ടായിരുന്നു പാർക്കിംഗ് ഒക്കെ കിട്ടിയത്. അങ്ങനെ ബഗ്ഗിക്കൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് ഓഫീസ് എത്തിയപ്പോഴത്തേക്കിന് ക്ലയൻറ്റ് വരുന്ന ദിവസമായിരുന്നേ. ക്ലയൻറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ അത്തപ്പൂക്കളമൊക്കെ ഇടും. അങ്ങനെ അടിപൊളിയായിട്ട് അത്തപ്പൂക്കളം, ഈ വള്ളത്തിൻ്റെയൊക്കെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഞാൻ സീറ്റിൽ പോയിരുന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം വർക്കൊക്കെ ചെയ്തു, എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചും. അങ്ങനെ രാവിലത്തെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഫുള്ളി കംപ്ലീറ്റ് ചെയ്യില്ല, ബാക്കിയുണ്ട്. അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, ഉച്ചയായ ടൈം ആയപ്പോഴത്തേക്കും. അപ്പോൾ ഇന്ന് നിബിൻ ചേട്ടനും ഐഷും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, സുജിത്തേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ബിജു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബിജുവും സുരേഷ് ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവരൊക്കെ ഉണ്ടായിരുന്നു, അനന്തും ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോഴത്തേക്കും വരുൺ ചേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിക്കാൻ. അപ്പോൾ ചേട്ടനെ ഞങ്ങൾ പറയുമായിരുന്നു വീഡിയോയിലൊക്കെ ചേട്ടൻ വരുന്നുണ്ടെന്ന്. കഴിച്ച് മേളിൽ വന്നപ്പം നിബിൻ ചേട്ടനാട്ടോ ഞങ്ങളുടെ ആസ്ഥാന കള്ളൻ എന്ന് പറയുന്നത്. നിബിൻ ചേട്ടൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റി വെക്കും. അപ്പോൾ ഇപ്രാവശ്യം നിബിൻ ചേട്ടൻ്റെ ഷൂസ് ആരും അടിച്ച് മാറ്റി വെച്ചു, ചുമ്മാ പറ്റിക്കാൻ വേണ്ടി. അപ്പോൾ അത് തപ്പി നടക്കലായിരുന്നു നിബിൻ ചേട്ടൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനുള്ള ടൈമായി. ഞങ്ങൾക്ക് അവിടെ 1-2 ഷോപ്പുണ്ട് ചായ കുടിക്കാനും സ്നാക്സൊക്കെ വാങ്ങാം. അപ്പോൾ അതിന് നമ്മൾ ചായയൊക്കെ വാങ്ങിച്ചു. എല്ലാവരും ചായ കുടിക്കുന്ന സമയത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറേ പേര് ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, എന്തൊക്കെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മേളിൽ വന്നപ്പം വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്നാൽ കോള് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് കോളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയും മിന്നലും ഒക്കെ. പിന്നെ അത് തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കാരണം എൻ്റെ അഹങ്കാരം കാരണം ഞാൻ റെയിൻകോട്ട് എടുത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നനഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കും അമ്മൂമ്മയും അച്ഛനൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമായി. അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീടെത്തിക്കഴിഞ്ഞാൽ ചായ മസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് അതിനിടയ്ക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നത് അതൊക്കെ കംപ്ലീറ്റ് ആക്കി. അതെല്ലാം കഴിഞ്ഞ് സെറ്റായി. പിന്നെ രാത്രിയിലത്തെ ഫുഡ് പുട്ടും പഴവും പിന്നെ കട്ടൻ ചായയായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.